Hi dears, നമുക്ക് ഒരു മിനിറ്റിൽ 5 മാർക്ക് സെറ്റ് ആക്കിയാലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ പ്രോജക്ട്. അപ്പോൾ അത് എന്ത് ടൈപ്പ് ഡാറ്റ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടൈം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, അത് കണ്ടിന്യൂസ് ഡാറ്റ ആയിരിക്കും. നെക്സ്റ്റ് വന്നിട്ടുള്ളത്, ഇവിടെ ഡെങ്കിപ്പനീന്റെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റുകളിലെ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സ്ഥലങ്ങളെ വെച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ അത് ഏതായിരിക്കും? അത് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, ദ പേഴ്സൺ ഹു ആർ ഡെപ്യൂട്ടഡ് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ ടു കളക്ട് ദി ഡാറ്റ. അപ്പൊ ഡാറ്റ കളക്ട് ചെയ്യാൻ ഇൻവെസ്റ്റിഗേറ്റർ നിയോഗിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എന്യൂമറേറ്റർ എന്നായിരിക്കും അവിടെ വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ്, ഓർഗനൈസേഷൻ പബ്ലിഷസ് ദ ജേണൽ സംഖ്യ. സംഖ്യ എന്നുള്ള ജേണൽ പബ്ലിഷ് ചെയ്യുന്നത് അത് നമ്മളുടെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ISI ആണ്. ലാസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട് എക്സാമിന്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഷുഡ് ബി കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് ഓൾ റിക്വയർഡ് ഇൻഫർമേഷൻ. ഇതിൽ ഏതാണ് ക്വസ്റ്റ്യനെയർ ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ ലോജിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ക്വസ്റ്റ്യനെയർ ഇസ് നീഡഡ്. പക്ഷെ അങ്ങനെയല്ല, ലോജിക്കൽ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ മാക്സിമം ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാനും വേണ്ടി പറ്റണം. അപ്പോൾ ഇവിടെ 1 ശരിയാണ്, 2 തെറ്റാണ്. സോ ഇവിടെ only 1 is correct and 2 is not correct എന്നുള്ളതായിരിക്കും എന്ത് നമുക്ക് അവിടെ ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം.